സ്വാഗതം. ഇത് അമൃത വിശ്വവിദ്യാപീഠം പ്രസൻസ് IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE. മലപ്പുറം LNM HSS ചെലമ്പ്രയിൽ നിന്നും ആഷ്യ K ബാബു ആൻഡ് ഭഗത് P. ഇടുക്കി GEM HSS ശാന്തിഗ്രാമിൽ നിന്നും സന ഫാത്തിമ ജലീൽ ആൻഡ് ഹൃദ്യ വിഡോ. NSS HSS മടവൂർ ട്രിവാൻഡ്രത്തു നിന്നും നവനീത് കൃഷ്ണ US ആൻഡ് അനന്തനാരായണൻ PJ. കൊല്ലം അമൃത വിദ്യാലയം പുതിയകാവിൽ നിന്നും R മാധവ് ആൻഡ് അമൽ കൃഷ്ണ V. We have an eminent quiz man and that is none other than Sri Snehaj Srinivas. First round is Turbo Charge. ഈ റൗണ്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചോദ്യം ഡബിൾ ചെയ്യാം. അത് നിങ്ങൾ ബസർ ചെയ്തിട്ട് വി ആർ ഡബിളിംഗ് എന്ന് പറഞ്ഞിട്ട് വേണം ഉത്തരം പറയാൻ. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് 200 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ അത് ഡബിൾ ചെയ്യുമ്പോൾ തെറ്റിയാൽ -100 ആണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ടർബോ ചാർജ് റൗണ്ട് 1 ക്വസ്റ്റ്യൻ നമ്പർ 1. റോബർട്ട് ജോൺ ലഷ്മീർ, ഇദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, ട്രിനിഡാഡ് എന്ന രാജ്യത്തുള്ള വ്യക്തിയാണ്. ചോദ്യം: ഇദ്ദേഹം ഒരു സോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1866 ഇദ്ദേഹം കണ്ടെത്തിയ ഒരു മീനിന്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അലങ്കാര മത്സ്യത്തിന് നൽകിയ പേര് ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗമാണ്. റോബർട്ട് ജോൺ ലഷ്മീർ ഡാഷ്. ഈ അലങ്കാര മത്സ്യത്തെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. യെസ്, ഓൺ ദി ബസർ നവനീത് കൃഷ്ണ ആൻഡ് അനന്ത നാരായണൻ. ഫൈറ്റർ ഇങ്ങനെയാണോ അയാളുടെ പേര്? ആയിരിക്കും. അല്ല, ദാറ്റ് ഈസ് എ -50 ടു ബിഗിൻ വിത്ത്. ഇനി ഞാനൊരു ക്ലൂ തരാം. മലയാള എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരിക്കാം എന്റെ ക്ലൂ? മലയാള സിനിമ എന്നായിരിക്കാം എന്റെ ക്ലൂ എന്നാണ് നിങ്ങൾ പിടിച്ചെടുത്തത് അതിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? 200 ഡബിൾ ആക്കാണോ? വാവ്, ആദ്യത്തെ ചോദ്യം തന്നെ ഡബിൾ ചെയ്യുന്നു. ശരി, റോബർട്ട് ജോൺ ലഷ്മീർ ഗപ്പി റൈറ്റ് ആൻസർ. 200 ടു മലപ്പുറം. രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്നാണ്. നിങ്ങൾക്ക് ഒരു ചിത്രം കൂടെ അവിടെ കാണാം. ഈ റാംസാർ കൺവെൻഷൻ സൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന പദവി നൽകി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റാംസാർ. ഈ റാംസാർ കൺവെൻഷൻ സൈറ്റ് തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി റാംസാർ കൺവെൻഷൻ സൈറ്റായി ഡിസൈൻ ചെയ്ത 2 സൈറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ കിയലോഡോ നാഷണൽ പാർക്കാണ് രാജസ്ഥാനിലെ. മറ്റൊന്ന് ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. കിയലോഡോ നാഷണൽ പാർക്കിന്റെ കൂടെ തന്നെ റാംസാർ കൺവെൻഷൻ സൈറ്റായി പ്രഖ്യാപിച്ച ഇത് ഏതാണ്? ഏഷ്യാസ് ലാർജസ്റ്റ് ബ്രാക്കിഷ് ലഗൂൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതിന്. പുരി, ഖോർദ, ഗഞ്ചം. പുരി എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ സംസ്ഥാനത്തിലെ ലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, പ്രസ് ദി ബസർ. യെസ്, ഓൺ ദി ബസർ യു ഹാവ് സന ആൻഡ് ഹൃദയ ദിസ് ടൈം. ഇടുക്കി. ഏതാണ് ഈ തടാകം? കേബിൾ ലംജാവോ. ഏത് സംസ്ഥാനത്താണ് കേബിൾ ലംജാവോ? മണിപ്പൂർ അല്ല, നമ്മൾ പറഞ്ഞ പുരി ആയിരുന്നു എന്റെ ക്ലൂ. ഇനി നിങ്ങൾക്ക് പോവാം. ഓൺ ദി ബസർ മാധവ് ആൻഡ് അമൽ കൃഷ്ണ, കൊല്ലം. ഏത് തടാകം? So answer please. Doubling for 200 points. Chilka, right answer. This is 200. Question number 3. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ഇതൊരു ജയിലായിരുന്നു, ബ്രിട്ടീഷ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇത് ഖത്ര അലുവാലിയ എന്ന് പറഞ്ഞ ടൗൺ ഹാളിൽ അമൃത്സറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2017 ഈ മ്യൂസിയം ആരംഭിച്ചത്. ഈ മ്യൂസിയത്തിന്റെ മറ്റൊരു ഫോട്ടോ കൂടി നമുക്ക് നോക്കിയാലോ? ഈ മ്യൂസിയത്തിന്റെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഡാഷ് മ്യൂസിയം. ഒറ്റ വാക്ക്, ഇംഗ്ലീഷ് വേർഡാണ് വേണ്ടത്. വാട്ട് ഇംഗ്ലീഷ് വേർഡ് ആർ വി ടോക്കിംഗ് അബൌട്ട്? ടീം മലപ്പുറം. നോട്ട് ആക്സ് മ്യൂസിയം. ദാറ്റ്സ് എ -50 to you. Team C this time. Doubling. So confident on this. പാർട്ടീഷൻ ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. എന്തിന്റെ പാർട്ടീഷൻ? ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ, അമൃത്സർ. റൈറ്റ് ആൻസർ. This is 200.
ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും മാപ്പാണ് നിങ്ങൾ കാണുന്നത്. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള മാരിടൈം ബൗണ്ടറി നിങ്ങൾക്ക് അവിടെ കാണാം. ആ രണ്ട് കടലുകൾ തമ്മിലുള്ള ഒരു ബൗണ്ടറി, നമുക്ക് ലാൻഡ് ബൗണ്ടറി അവിടെ കാണാം. ദിസ് ഈസ് എ മാരിടൈം ബൗണ്ടറി. രണ്ട് രാജ്യങ്ങൾ അവിടെ കാണാം നിങ്ങൾക്ക്. യമൻ ആണ് ഏഷ്യയുടെ ഈ അറ്റത്ത് കിടക്കുന്ന രാജ്യം. യമനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആ ആഫ്രിക്കൻ രാജ്യം ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആഫ്തോങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ പേര് കിട്ടും. ഏതാണ് ഈ ആഫ്രിക്കൻ രാജ്യം? ഇതേ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേരിൽ ദിലീഷ് പോത്തന്റെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ രാജ്യത്തിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ പറയാറില്ല. ഓൺ ദി ബസ് ടീം ഡി, മാധവൻ, അമൽ കൃഷ്ണ, കൊല്ലം. ഉട്ടോപ്യ. ഉട്ടോപ്യ. സോറി, എത്യോപ്യ. പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക്. എത്യോപ്യ ആണ് നിങ്ങളുടെ ഉത്തരം. എത്യോപ്യ അല്ലല്ലോ, കാരണം നമ്മൾ എത്യോപ്യയിൽ ഈ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. അതിന്റെ എറ്റിമോളജി, പല പല എറ്റിമോളജീസ് ഉണ്ട്. ആ വേർഡ് ഒറിജിൻ ഗാബൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണെന്ന് ഒരു എറ്റിമോളജി ഉണ്ട്. ഗാബൂഡ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്യൂ, ഹൈലാൻഡ് എന്നൊക്കെയാണ് അർത്ഥം. ആരും ബസർ ചെയ്യുന്നില്ല, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇതിന്റെ ഉത്തരം ദിലീഷ് പോത്തന്റെ സിനിമയുടെ പേര് ജിബൂട്ടി എന്നായിരുന്നു. ജിബൂട്ടി. 4 ചോദ്യങ്ങൾ ഇവിടെ കഴിയുന്നു. സ്കോർ നില അറിയാം. ടീം എ 150 പോയിന്റ്സ്, ടീം ബി അൺഫോർച്ചുനേറ്റ് ഒരു -50 ആണ്, ടീം സി 150 പോയിന്റ്സ്, ടീം ഡി 150 പോയിന്റ്സ്. മൂവിംഗ് ഓൺ ടു our next round, which is digital flag. ഇതൊരു ഡിഫറൻഷ്യൽ സ്കോറിംഗ് റൗണ്ട് ആണ്. നിങ്ങൾ ബസർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തരങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. 4 ടീമുകളും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നോക്കിയതിനു ശേഷം 4 ടീമുകളും ശരി ഉത്തരമാണ് നൽകുന്നതെങ്കിൽ 4 ടീമുകൾക്കും 50 പോയിന്റ്സ്. ഇനി 3 ടീമുകളെ ശരി ഉത്തരം നൽകിയിട്ടുള്ളൂവെങ്കിൽ 3 ടീമുകൾക്കും 100 പോയിന്റുകൾ ലഭിക്കും. ഇനി 2 ടീമുകൾ മാത്രമാണ് ശരി ഉത്തരം നൽകുന്നതെങ്കിൽ 150 പോയിന്റ്സ് 2 ടീമുകൾക്കും ലഭിക്കും. ഒരു ടീം മാത്രമാണ് അത് ശരിയാക്കുന്നതെങ്കിൽ 200 പോയിന്റ്സ് ആൻഡ് നോ നെഗറ്റീവ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനത്തിന്റെ ലോഗോ കാണാം, ഒരു മോട്ടോ കാണാം. ആ സ്ഥാപനം ഡൽഹിയിലെ തിലക് മാർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗണേഷ് ബിക്കാജി ദിയോലാലിക്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1958 ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്. ഏത് സ്ഥാപനം? പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. ഡൽഹിയിലുള്ള ഈ പ്രശസ്തമായ സ്ഥാപനത്തിന്റെ മുദ്രാവാക്യം, ആപ്തവാക്യം യഥോ ധർമ്മസ്ഥതോ ജയ എന്നാണ്. 4 ടീമുകൾ എൻ്റർ ചെയ്തോ? റെഡി? ആൻസേഴ്സ് പ്ലീസ്. ലോക്സഭ, പാർലമെന്റ്. ഇങ്ങനെയാണ് ടീം എയും ബിയും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ. ടീം സി ആൻഡ് ടീം ഡി എൻ്റർഡ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. റൈറ്റ് ആൻസർ 150 ടു ടീം സി ആൻഡ് ടീം ഡി. രണ്ടാമത്തെ ചോദ്യം. കാമറൂണിലെ സാവ എന്ന് പറയുന്ന എത്നിക് ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ഒരു കഥാപാത്രമാണ്. ഇതിന്റെ പേരാണ് ജംഗു. ഇതിൽ നിന്നുമാണ് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനം അവരുടെ ലോഗോ ഡിസൈൻ ചെയ്ത് അവരുടെ ലോഗോയ്ക്ക് ജംഗു എന്ന് പേരിട്ട്. അതൊരു മിസ് കേരള ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് എന്നാണ് സങ്കല്പം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ടീം എ എൻ്റർ ചെയ്തത് ഫിഷറീസ് കോർപ്പറേഷൻ, ബി എൻ്റർ ചെയ്തത് വാട്ടർ മെട്രോ, സി എൻ്റർ ചെയ്തത് വാട്ടർ മെട്രോ, ഡി എൻ്റർ ചെയ്തത് കേരള ടൂറിസം ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ. കോർപ്പറേഷൻ ഇല്ലേ? ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കേരളത്തിലുള്ളത്. ജംഗു വാട്ടർ മെട്രോയുടെ മാസ്കറ്റാണ്. ശരി ഉത്തരങ്ങൾ നൽകിയത് ടീം ബി ആൻഡ് ടീം സി ഗെറ്റിംഗ് 150 പോയിന്റ്സ്. ഇത് നെയിമിംഗ് കൺവെൻഷൻ ആണ്. ഓരോ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാറുണ്ട്. ചില ആളുകൾ എഴുതുമ്പോൾ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ഇംഗ്ലീഷിൽ എഴുതും. ഇങ്ങനെ എഴുതുന്ന തന്നെ പാസ്കൽ കേസ് എന്ന് പറയും. രണ്ടാമത്തെ ഫോമാറ്റ് നിങ്ങൾ നോക്കൂ. ക്യാമൽ കേസ് എന്നാണ് അതിന് പറയുന്നത്. ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ, രണ്ടാമത്തത് ക്യാപിറ്റൽ ലെറ്ററും. ഈ മൂന്നാമത്തത് 2 സ്മോൾ ലെറ്റർ സെപ്പറേറ്റഡ് ബൈ ആൻ അണ്ടർസ്കോർ, അതിന് സ്നേക്ക് കേസ് എന്നാണ് പറയാം. നാലാമത്തത് മുഴുവൻ ഫ്ലാറ്റ് ആയിട്ട് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനെ ഫ്ലാറ്റ് കേസ് എന്ന് വിളിക്കും. ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് മിസ്സിംഗ് ആണ്. എന്താണ് മിസ്സിംഗ്? 2 വേർഡ്സിന് സ്പേസ് ഇടുന്നതിന് പകരം ഒരു ഹൈഫൻ ഇടുന്നു, സെപ്പറേറ്റഡ് ബൈ ഹൈഫൻ. ഇങ്ങനെ ഇടുന്നതിന് പറയുന്ന പേര് എന്ത് കേസ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഭക്ഷണത്തിന്റെ പല പീസുകളെയും തുളച്ചു കയറുന്ന ഒരു സ്ക്യൂവറിന്റെ പേരാണ്, സ്ക്യൂവറിൽ നിന്നാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേരാണ് ഇതിനുള്ളത്. പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒറ്റ വാക്ക്, ഒറ്റ സിംഗിൾ വേർഡാണ്, 5 അക്ഷരമുള്ള വേർഡ്. ഐ എം ഗിവിംഗ് ദാറ്റ് ക്ലൂ. എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നോക്കാം. ടീം എ, ബി, സി, ഡി. ടീം എ എൻ്റർ ചെയ്തത് ക്രാബ് എന്നാണ്, ബി എൻ്റർ ചെയ്തത് പിസ്സ എന്നാണ്, സി എൻ്റർ ചെയ്തത് ബർഗർ എന്നാണ്, ടീം ഡി എൻ്റർ ചെയ്തത് പിസ്സ എന്നാണ്. ഇതാണ് ആ പേര്.
കബാബ് കേസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. 4 ടീമുകൾക്കും ശരി ഉത്തരം ലഭിക്കുന്നില്ല ഈ ചോദ്യത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ കാണാം അഴിമതി കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായി എന്ന് പറഞ്ഞിട്ട്. ഈ കൈക്കൂലിക്കാരെ പിടിക്കാൻ പല ഡിപ്പാർട്ട്മെന്റുകളും പ്രയോഗിക്കുന്ന ഒരു സൂത്രമാണിത്. ഇതൊരു pH ഇൻഡിക്കേറ്റർ ആണ്. ഇത് നോട്ടുകളിൽ പുരട്ടുന്നു. ഇതൊരു കളർലെസ് കോമ്പൗണ്ട് ആണെങ്കിലും ഇതിൽ തൊട്ട വ്യക്തികൾ പിന്നീട് ഒരു പ്രത്യേക സൊല്യൂഷനിൽ കൈ വെക്കുമ്പോൾ പിങ്ക് കളറായി മാറും. അങ്ങനെയാണ് ഇത് തെളിയിക്കപ്പെടുന്നത്. ചോദ്യം ഇതാണ്, വാട്ട് ഇൻഡിക്കേറ്റർ, വാട്ട് കോമ്പൗണ്ട് ആർ യു സീയിങ് ദർ? ഏത് കോമ്പൗണ്ട് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിൽ കാണുന്ന ആ കെമിക്കൽ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് ലാക്സേറ്റീവ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് കാർസിനോജൻ ആണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ബാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 4 ടീമുകളും ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. 4 ടീമുകളും ഒരേ ഉത്തരമാണ് നൽകിയത്. ഫിനോഫ്തലീൻ എന്ന ഉത്തരമാണ് നൽകിയത്. റൈറ്റ് ആൻസർ. 4 ടീമുകൾക്കും 50 പോയിന്റുകൾ. വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് റൗണ്ട് 2. നമ്മുടെ സ്കോർ നില എങ്ങനെയാന്നുള്ളത് അറിയാം. ടീം എ is getting 200 points. Team B is getting 150 points. Team C has scored 500 points and Team D is getting 350 points. Moving on to our next round. Power Spike. പവർ സ്പൈക്ക് എന്ന ഈ റൗണ്ടിൽ നിങ്ങൾക്ക് 600 പോയിന്റുകൾ വരെ നേടാം. 600 പോയിന്റുകൾ വരെ നേടാമെങ്കിലും 6000 പോയിന്റുകൾ വരെ വേണമെങ്കിൽ ബസർ അടിച്ച് തെറ്റിച്ച് നഷ്ടപ്പെടുത്താനും സാധ്യതയുള്ള റൗണ്ടാണ്. ബസർ റൗണ്ട് ആയതുകൊണ്ട് തന്നെ നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ബസർ പ്രസ് ചെയ്തിട്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അവിടെ മൈനസ് ആണ്. -100 ആണ്, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതെല്ലാം എന്താണ് എന്നാണ് പറയുന്നത്. ഓൺ ദി ബസർ ടീം സി. ഒറ്റ ഉത്തരം. മലയാളത്തിലെ ചിഹ്നങ്ങൾ. മലയാളത്തിലെ ചിഹ്നങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് ചിഹ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കാക്കു എന്ത് ചിഹ്നമാണ്? ചോദ്യചിഹ്നം. ക്വസ്റ്റ്യൻ മാർക്കോ? ക്വസ്റ്റ്യൻ മാർക്കിന് മലയാളത്തിൽ പറഞ്ഞ കാക്കു എന്നാണോ? റൈറ്റ് ആൻസർ. 150 പോയിന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 10. അതുൽ സുധാകർ റാവു പാണ്ഡെ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തു. കോമ്പറ്റീഷനിലെ വിന്നർക്ക് 1 ലക്ഷം രൂപയായിരുന്നു പ്രൈസ് മണി. 2010 അതുൽ സുധാകർ റാവു പാണ്ഡെയാണ് ഈ കോമ്പറ്റീഷനിൽ വിജയിയായി 1 ലക്ഷം രൂപ കരസ്ഥമാക്കിയത്. കാരണം ഇദ്ദേഹം ഒരു ലോഗോ ഡിസൈനിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഭാരത സർക്കാരിന്റെ ഈ ലോഗോ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ വിജയിയായത് അതുൽ സുധാകർ റാവു പാണ്ഡെയാണ്. എന്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തതിലൂടെ? ചിത്രത്തിൽ കാണുന്നത് സൂര്യനാണ്. ഇന്ത്യയിലെ ഓൺ ദ ബസർ തിരുവനന്തപുരം ടീം എന്തിന്റെ ലോഗോ ആണ് അതുൽ സുധാകർ റാവു പാണ്ഡെ ഡിസൈൻ ചെയ്തത്? ആദിത്യ L1 ലോഗോ. നിങ്ങൾ ആ സൂര്യൻ കണ്ടിട്ടാണ് അത് പറഞ്ഞത് അല്ലേ? ആദിത്യ L1 ലോഗോ ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ. തെറ്റുത്തരമാണ്. ടീം എ സൂര്യൻ ഉള്ള ലോഗോ. ഇത്തവണ ബസർ ചെയ്യുന്നു ടീം മലപ്പുറം. എന്താണ്? ആധാറിന്റെ ലോഗോയിൽ സൂര്യൻ ഉണ്ടോ? ആധാർ കാർഡ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ആധാർ കാർഡിന്റെ ലോഗോയിൽ സൂര്യനെ കാണാമോ? കാണാം. റൈറ്റ് ആൻസർ. ദിസ് ഈസ് ആധാർ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഓൺ സ്ക്രീൻ. ഇതൊരു പുരാണ കഥാപാത്രമാണെങ്കിലും മലയാളത്തിൽ ഈ കഥാപാത്രത്തിന്റെ പേരിൽ നമ്മൾ ചിലപ്പോഴൊക്കെ പ്രയോഗിക്കാറുണ്ട് ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില യൂസേജുകൾ. ഓൺ ദി ബസർ ടീം സി ആരാണിത്? ത്രിശങ്കു സ്വർഗം എന്ന യൂസേജ് കണ്ടെത്തിക്കൊണ്ട് തിരുവനന്തപുരം ടീം 150 പോയിന്റുകൾ നേടുന്നു. റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് റൗണ്ട്. പഠാൻവാല അഫ്ഗാൻ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ പരസ്യമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അഫ്ഗാനിസ്ഥാനിലെ രാജാവ് ഇവിടെ വന്നപ്പോൾ ഈ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാനിലെ മഞ്ഞ് പോലെ മൃദുലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ആണ് ഈ പ്രൊഡക്റ്റിന്റെ പേരിന്റെ പിന്നിലുള്ള ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിന്റെ പേര് അഫ്ഗാൻ സ്നോ എന്നാണ്. ഈ അഫ്ഗാൻ സ്നോ ആണ് ഇന്ത്യയിൽ ഈ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചത്. 1952 ഇന്ത്യയിൽ ഈ മത്സരം ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ വിജയിയായ വ്യക്തിയാണ് ചിത്രത്തിൽ കാണുന്ന ഇന്ദ്രാണി റഹ്മാൻ. ഇന്ത്യയിലെ ഏത് മത്സരം? ടീം എ മലപ്പുറം ടീം മിസ് ഇന്ത്യ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ടത് 1952 അഫ്ഗാൻ സ്നോ ആണ് അത് സ്പോൺസർ ചെയ്തതെന്നും ആൻഡ് ഇന്ദ്രാണി റഹ്മാൻ ആണ് ആദ്യത്തെ മിസ് ഇന്ത്യ എന്നും ഒക്കെയാണോ നിങ്ങൾ പഠിച്ചത്?
പഠിച്ചിട്ടില്ല കസടിച്ച്. ഗസ് അടിച്ചതാണ്, പഠിച്ചതല്ല. റൈറ്റ് ആൻസർ. പവർ സ്പൈക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് സ്കോർ നിലവാരം എത്രയാന്നുള്ളത് അറിയാം. ടീം A has scored 500 points. Team B has scored 150 points. Team C 700 points. Team D with 350 points. അങ്ങനെ നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. And the round is connect the dots. കണക്ട് ദി ഡോട്ട്സ് എന്ന ഈ റൗണ്ടിൽ 1000 പോയിന്റുകൾ വരെ നിങ്ങൾക്ക് നേടാം. 4 ചോദ്യങ്ങൾക്കും ആദ്യത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞാൽ 1000 പോയിന്റുകൾ വരെ നേടാം. ഇനി രണ്ടാമത്തെ ക്ലൂവിലാണ് ഉത്തരം പറയുന്നതെങ്കിൽ പോലും 800 പോയിന്റുകൾ വരെ നേടി നിങ്ങൾക്ക് ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പിക്കാം. മൂന്നാമത്തെ ക്ലൂവിൽ പറഞ്ഞാൽ പോലും ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. മാർഗരറ്റ് ഡി ലാ സബ്ലിയർ എന്നാണ്. ഇത് ഫ്രഞ്ച് ടേമാണ്, ഫ്രഞ്ച് വനിതയാണ്. ഇവരുടെ പേര് ഇങ്ങനെയൊന്നും അല്ല ഫ്രഞ്ചിൽ അവർ പ്രൊണൗൺസ് ചെയ്യുക. തൽക്കാലം നമ്മൾ മലയാളി പ്രൊണൗൺസിയേഷനിൽ മാർഗരറ്റെ എന്ന് വിളിക്കാം, മാർഗരീത്ത എന്നൊക്കെ വിളിക്കാം. ഇവരാണത്രേ നമുക്കൊക്കെ പരിചിതമായ ഇത് ആദ്യമായി ചെയ്തത്. റെക്കോർഡിക്കലായിട്ട് ഇവരുടെ പേരിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു അവിശ്വസനീയമായ കാര്യമായിരിക്കാം ഇത് കേൾക്കുമ്പോൾ പലർക്കും. കാരണം അത്രയും എളുപ്പമുള്ള, നമ്മളൊക്കെ ഇപ്പം പൊതുവെ പിന്തുടർന്ന് പോരുന്ന, ശീലിച്ചു പോരുന്ന, കണ്ടു പരിചയമുള്ള ഇത് ആദ്യമായി ചെയ്തത്. ആ ഇത് എന്ത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യത്തെ ക്ലൂവിൽ തന്നെ അത് പറഞ്ഞു തരാം. ഒന്ന് മറ്റൊന്നിനോട് ചേർക്കുന്നത് ആണ് നിങ്ങൾ പറയേണ്ട ഉത്തരം. എന്തിനോട് ചേർക്കുന്നത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ക്ലൂ മാർഗരീത്തയെ ആർക്കും പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലൂവിലേക്ക് പോകുന്നു. ഇവരുടെ പാരീസിലുണ്ടായിരുന്ന സെലൂൺ, ഒരു റെസ്റ്റോറന്റ് കൈൻഡ് ഓഫ് തിങ്, അതിലേക്ക് അവർ ഇങ്ങനെ ചെയ്തത് അവരുടെ എഗ് ഷെൽ കപ്സ് പൊട്ടിപ്പോവാതിരിക്കാനാണത്രേ ഇവർ ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ച് നോക്കിയത്. ഓൺ ദി ബസ് വി ഹാവ് മലപ്പുറം. ലോകത്ത് ആദ്യമായിട്ട് പശു ഒട്ടിച്ച ആളാണോ? അതല്ല, ദാറ്റ് ഈസ് എ -100 ടു ടീം മലപ്പുറം. അവസാനത്തെ ക്ലൂവിൽ ഈ എന്തിലേക്ക് എന്ത് ചേർക്കുന്നു എന്ന് കണ്ടെത്താനുള്ള എന്തും മറ്റേ എന്തും, ഈ രണ്ട് എന്തും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂ ആണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് അറിയുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടും പറയാൻ സാധിക്കും. ബസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരമാണ്. പറയൂ, എന്തിലേക്ക് എന്ത് ചേർക്കുന്ന? തേയില മിൽക്കിലേക്ക് ചേർക്കുന്നു. ചായയിലേക്ക് പാലൊഴിക്കുന്നത്, അതാണോ? അതാണ് ഉദ്ദേശിച്ചത്. പാലും തേയിലയും 2 ഐറ്റംസ്. ചായയിലേക്ക് പാലൊഴിക്കുന്നു എന്നതാണോ നിങ്ങളുടെ ഉത്തരം? ആണ്, റൈറ്റ് ആൻസർ. 100 പോയിന്റുകൾ കരസ്ഥമാക്കുന്നത് തിരുവനന്തപുരം. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രാകൃതം സംസ്കൃതവും ഇതിൽ നിന്നൊക്കെയാണ് ഇതിന്റെ ഒറിജിൻ. ദ്രവീഡിയൻ ഭാഷകളിൽ നിന്നും പോർച്ചുഗീസ് ഭാഷകളിൽ നിന്നും ഇതിന് സ്വാധീനം ചെലുത്തപ്പെട്ടു ഈ ഭാഷയിലേക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡയലക്ട്സ് ശ്രദ്ധിക്കുക. ആൻട്രൂസ് എന്നാണ് ഒരു ഡയലക്റ്റിന്റെ പേര്, ബർദേശ്കാരി എന്നാണ് മറ്റൊരു ഡയലക്റ്റിന്റെ പേര്, സാക്ഷ്ടി എന്നാണ് മറ്റൊരു ഡയലക്റ്റിന്റെ പേര്, മാംഗ്ലൂരിയൻ കാത്തലിക് എന്നൊരു ഡയലക്റ്റും ഉണ്ട്, മഹാരാഷ്ട്രീയൻ ഡയലക്റ്റും ഉണ്ട്. അതൊക്കെ ശരിക്കും ക്ലൂസ് ആണ്. ശരിക്കും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിലേക്ക് പോവാം, പക്ഷേ നിങ്ങൾ അത്രയ്ക്ക് റിസ്ക് എടുക്കേണ്ട. രണ്ടാമത്തെ ക്ലൂയിലേക്ക് ഞാൻ പോകുന്നു. അഗെയിൻ യു ഹാവ് മോർ കീവേഡ്സ് ഓൺ ദാറ്റ്. ദേവനാഗരി ആണെങ്കിലും, ഒഫീഷ്യലി സ്ക്രിപ്റ്റ് ദേവനാഗരി ആണെങ്കിലും, ഇത് പല ലാറ്റിൻ റോമിയിലും കന്നഡ സ്ക്രിപ്റ്റിലും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിലെ കീവേഡ് അതിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാഷ പറയാവുന്നതാണ്. ഒറ്റ വാക്ക്, ഒറ്റ സ്ഥലത്തിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭാഷ പറയാൻ പറ്റും. ബസർ ചെയ്തിരിക്കുന്നത് ടീം എ, മലപ്പുറം ടീം. കൊങ്കിണി. കൊങ്കിണി. എന്താണ് കൊങ്കിണിയിലേക്ക് എത്തിച്ചത്? ഗോവയാണ്. മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം അത് കൊങ്കൺ റീജിയൻ ആണ്. കൊങ്കിണി ഈസ് ദ റൈറ്റ് ആൻസർ. 150 ടു മലപ്പുറം. ഈ ക്വസ്റ്റിലെ പെനൽറ്റിമേറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വന്ന ഒരു ജൂതനാണ്. ഇതാണ് ഒന്നാമത്തെ ക്ലൂ. ഇയാളുടെ പേരാണ് രണ്ടാമത്തെ ക്ലൂ ആയി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ പേര് കേട്ട ഉടനെ തന്നെ ബസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഉത്തരത്തിലേക്ക് പോകാം. ഇദ്ദേഹത്തെ കുറിച്ച് രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് നിങ്ങൾ ചിത്രത്തിൽ ഇത്തവണ കാണുന്നത്. യെസ്, ടീം സി. That is a minus point to team C. That's a delayed answer. ബസർ പ്രസ് ചെയ്ത് ഉടനെ തന്നെ ഇല്ല, ബസർ പ്രസ് ചെയ്ത് ഞാൻ ഡിലേ സമ്മതിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു നമ്മുടെ റൂൾ പ്രകാരം. ദാറ്റ് ഇസ് എ ഇനി നിങ്ങൾക്ക് പറയാം. സോ ദാറ്റ് ഇസ് എ -100 ടു ടീം സി. ഇനി പറഞ്ഞോളൂ. ആൾ ഇന്ത്യ റേഡിയോയുടെ തീം സോങ് ഡിസൈൻ ചെയ്തത് ആരാണ്? വാൾട്ടർ കോഫ്മാൻ. ഇത് വാൾട്ടർ കോഫ്മാൻ ആണ്. നിങ്ങൾ അവിടെ കണ്ടു ആണോ? ആണ്. വാൾട്ടർ കോഫ്മാൻ ഡിസൈൻ ചെയ്തത്, വാൾട്ടർ കോഫ്മാൻ സംഗീതം നൽകിയ ഓൾ ഇന്ത്യ റേഡിയോയുടെ
സിഗ്നേച്ചർ ട്യൂൺ. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, പറയാൻ ഉദ്ദേശിച്ചത്? മൂന്നാമത്തെ ക്ലൂയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇത് രാഗ ശിവരഞ്ജിനി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തത്. ആൻഡ് ഇതായിരുന്നു നിങ്ങളുടെ അവസാനത്തെ ക്ലൂ. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആണോ? സോ നിങ്ങളുടെ ഉത്തരം ആകാശവാണി സിഗ്നേച്ചർ പ്ലസ് 150 ടീം സി. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആനകുത്തി പരിക്കേറ്റ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇദ്ദേഹം ഇങ്ങനെ എഴുതി: ഞാൻ വിരമിച്ചിട്ടില്ല, റിട്ടയർഡ് ഹേർട്ട് മാത്രം. ഇതൊരു മലയാളിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് മലപ്പുറം ഗോയിങ് ഫോർ ഇറ്റ്. വീക്കെൻഡ്. Good guess, that was not weekend. That is a -150 to you. രണ്ടാമത്തെ ക്ലൂ ഇദ്ദേഹത്തിന്റെ ചിത്രമാണ്. ഇദ്ദേഹത്തിന്റെ മകനെ എടുത്ത് നിൽക്കുന്ന ആ ചിത്രമാണ് രണ്ടാമത്തെ ക്ലൂ. ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരളത്തിൽ ഒരു സംസ്ഥാന ദിനമായി ആചരിക്കുന്നുണ്ട്. On the buzzer, team A. കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷല്ല. കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മദിനം എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? PN പണിക്കരല്ലേ? And the last clue to identify this person. 1971 കുളു മനാലി താഴ്വരയിൽ ഒരു വിമാനാപകടത്തിൽ മരിച്ച മലയാളിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. On the buzzers, team തിരുവനന്തപുരം. ഗോദവർമ്മ രാജ എന്ന GV രാജ. അതായിരുന്നു ശരിയായ ഉത്തരം. 100 points to team തിരുവനന്തപുരം. ഇവരുടെ സ്കോർ നിലവാരം എത്രയാണെന്ന് അറിയാം. ടീം എ 300 points, ടീം ബി 150 points, ടീം സി 950 points, ടീം ഡി 350 points. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ ഡോക്ടർ അമ്പാട് വിജയകുമാർ. വളരെ കോമ്പറ്റീറ്റീവായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പൻസ് പങ്കെടുത്തു എന്നുള്ളത് വളരെ വളരെ സന്തോഷകര കാര്യമാണ്. ഇങ്ങനെ ക്വിസിൽ മത്സരത്തിൽ പോകുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും നോളജ് ഡെവലപ്പ് ചെയ്യാനും ഈ എക്സസൈസ് സഹായിക്കും. അതാണ് ക്വിസിന്റെ പ്രത്യേകത. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി വിന്നേഴ്സ്. ശ്രീമതി അശ്വതി ദാസ്. She is the Assistant Professor, Department of English and Manager Outreach and Communications, Admissions Department, Amrita Vishwa Vidyapeetham. ആദ്യമായിട്ട് മുന്നോട്ട് ക്ഷണിക്കുന്നു സന ഫാത്തിമ ജലീൽ ആൻഡ് വിദ്യ വിനോ ഫ്രം GEM HSS Shantigram. Together they are receiving a cash prize of 5,000 rupees. Congratulations. Ashia K. Babu and Bhagat P. from NNM HSS Chelambra. R. Madhav and Amal Krishna B. from Amrita Vidyalayam, Pudiyakavu. ഫൈനലിലേക്ക് കടന്നിരിക്കുന്ന മത്സരാർത്ഥികളെയാണ് നമ്മൾ അടുത്തതായി മുന്നോട്ട് ക്ഷണിക്കുവാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ നവനീത് കൃഷ്ണ ആൻഡ് അനന്ത നാരായണൻ ഫ്രം ട്രിവാൻഡ്രം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി വീണ്ടും കാണാം മറ്റൊരു അടിപൊളി ക്വിസ് കോമ്പറ്റീഷനിലൂടെ. Until then, stay positive and Q positive.